പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കാരണം പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. രാജ്യസഭ ഉച്ചയോടെ നിർത്തിവെച്ചു. പൂക്കളും ത്രിവർണ്ണ കാർഡുകളുമായാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ പാർലമെന്റിൽ പ്രതിഷേധിച്ചത്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ പ്രതിപക്ഷം തണുക്കുന്ന ലക്ഷണമില്ല. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം സംബന്ധിച്ച പ്രതികരണങ്ങൾ രാജ്യസഭയെ തുടക്കം മുതൽ പ്രക്ഷുബ്ധമാക്കി. ഉപരാഷ്ട്രപതിയെ പിന്തുണച്ച് ഭരണപക്ഷം അണിനിരുന്നപ്പോൾ പക്ഷപാതപരമായ പെരുമാറ്റം എന്ന ആരോപണത്തിലും അവിശ്വാസ പ്രമേയ നോട്ടീസിലും പ്രതിപക്ഷം ഉറച്ചുനിന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് ഉപരാഷ്ട്രപതിക്കെതിരെ ഇത്തരം അവിശ്വാസ പ്രമേയം രാജ്യസഭയ്ക്ക് മുന്നിൽ എത്തുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇംപീച്ച്മെന്റ് നോട്ടീസിനെതിരെ കോൺഗ്രസിനെ കടന്നാക്രമിച്ചു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം. ഒരു കർഷകന്റെ മകനായ ധൻഖർ സഭയുടെ അന്തസ്സിന്റെ സംരക്ഷകനാണ്. ചെയറിന്റെ അന്തസ്സിന് നേരെയുള്ള ഏത് നീക്കത്തെയും ട്രഷറി ബെഞ്ച് പ്രതിരോധിക്കുമെന്നും മന്ത്രി. ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെച്ചു. നടപടികൾ പുനരാരംഭിച്ചപ്പോൾ വ്യവസായി ജോർജ് സോറസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധത്തിൽ കോൺഗ്രസ് പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി JP നദ്ദ രംഗത്തെത്തി. പ്രതിപക്ഷ എംപിമാർ മുദ്രാവാക്യം വിളി തുടർന്നു. രാജ്യസഭാ നടപടികൾ തടസ്സപ്പെട്ട സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. തുടർ നടപടികൾ ചർച്ച ചെയ്തു. ഇരുസഭകളും സമ്മേളിക്കുന്നതിനു മുൻപ് പാർലമെന്റ് വളപ്പിൽ കോൺഗ്രസ് എംപിമാർ പ്രതിഷേധം തുടങ്ങിയിരുന്നു. റോസാപ്പൂവും ദേശീയ പതാകയും ഭരണകക്ഷി അംഗങ്ങൾക്ക് നൽകിയായിരുന്നു വ്യത്യസ്ത രീതിയിലുള്ള പ്രതിഷേധം. പാർലമെന്റിലെത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് ദേശീയ പതാക സമ്മാനിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സമരത്തിൽ അണിനിരുന്നു. ന്യൂസ് ഡെസ്ക്, News 18.